എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എമിറേറ്റ്സിലാണ് കൂടുതൽ സാലറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ പലരും പല ലൈസൻസുകളാണല്ലോ എടുക്കുന്നത്. ചിലർ MOH എടുക്കുന്നു, ചിലർ DH എടുക്കുന്നു, ചിലർ DOH ഹാദ് എടുക്കുന്നു. അപ്പൊ എവിടെയാണ് ഏത് എമിറേറ്റ്സിലാണ് കൂടുതൽ സാലറി കിട്ടുക, അതുപോലെ തന്നെ ഏത് എക്സാം ആണ് പഠിക്കാനായിട്ട് ഈസി ആയിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, കുറെ വാക്കൻസീസ് അവൈലബിൾ ആയിട്ട്, അതായത് ഹ്യൂജ് വാക്കൻസികൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇപ്പൊ വന്നിട്ട്, പെട്ടെന്ന് മീൻസ് ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസും ഒക്കെ ആയിരിക്കും. എന്നാലും ജോബ് ഓഫർ മോർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ദുബായിലാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഹ്യൂജ് ക്ലിനിക്സുകളും ഹ്യൂജ് ഹോസ്പിറ്റലും കമ്പയറിംഗ് ടു അതർ എമിറേറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ദുബായിൽ കുറച്ചും കൂടി കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ജോബ് ഓഫർ മോർ വരാൻ ചാൻസ് ഉള്ളത് ദുബായിലാണ്. അതുപോലെ തന്നെ പഠിക്കാൻ കുറച്ചും കൂടി ഒരു കമ്പയറിംഗ് ടു MOH ആൻഡ് DOH എന്ന് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പം DHലെ ക്വസ്റ്റ്യൻസുകളായിരിക്കും. എല്ലാം സിനാരിയോ ബേസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ്. പക്ഷെ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് DH എക്സാമിനായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് എക്സാം എഴുതുന്നവരെല്ലാം പാസ് ഔട്ട് ആയി വരുന്നത് കേട്ടോ. അതിലും 100-ൽ 90% ആൾക്കാരും പാസ് ആവും. 10% ആൾക്കാർ അത്രയും പഠിക്കാണ്ടൊക്കെ പോയി എഴുതുന്നവരാണ് ഫെയിൽ ആവാറുള്ളൂ. ബാക്കിയുള്ള എല്ലാ DOH ഹാർഡ് MOH എല്ലാം തന്നെ നന്നായിട്ടൊരു ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ഒരു നല്ല ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എക്സാമും തന്നെ പാസ്സാവാൻ വേണ്ടി പറ്റും. പക്ഷെ കമ്പയറിംഗ് ടു അതർ എക്സാം വെച്ച് അതർ പ്രോമെട്രിക് നോക്കുകയാണെങ്കിൽ DH കുറച്ചും കൂടി ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് DH ട്രൈ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ലൈസൻസ് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദുബായിലാണ് മോർ ക്ലിനിക്സ്, ഹോസ്പിറ്റലുകൾ, അതുപോലെ സ്പെഷ്യാലിറ്റികൾ, അങ്ങനെ കുറെ സ്പെഷ്യാലിറ്റികളും ക്ലിനിക്സുകളും ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും കുറെ ഉള്ളത് ദുബായിലാണ്. അപ്പൊ നിങ്ങൾക്ക് മോർ ചാൻസ് കിട്ടാനും മോർ അന്വേഷിച്ച് പോകാനും ഒക്കെ കുറച്ചുകൂടി നല്ലത് ദുബായ് ആയിരിക്കും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോക്കുകയാണെങ്കിൽ ദുബായിൽ അത്യാവശ്യം സാലറി ഉണ്ട്. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ദുബായിലെ എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ടാണ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രജിസ്റ്റർ നേഴ്സിനും പിന്നെ രജിസ്റ്റർ നേഴ്സിന് അതുപോലെ തന്നെ ഓരോ ക്ലിനിക്സ് ആണെങ്കിലും അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതായിരിക്കും. പക്ഷെ ഒരു ഫ്രഷേഴ്സിന് ഒരു ലിമിറ്റഡ് സാലറി വെച്ചിട്ട് എല്ലായിടത്തും തന്നെ കൊടുക്കുള്ളൂ. പക്ഷെ അബുദാബിയിൽ അങ്ങനെയല്ല. ഇപ്പൊ അസിസ്റ്റന്റ് നേഴ്സിനാണെങ്കിൽ പോലും ഇപ്പൊ ദുബായ്, ഷാർജ, അജ്മാൻ ആ ഏരിയയിലൊക്കെ അസിസ്റ്റന്റ് നേഴ്സിനൊക്കെ വളരെ കുറച്ച് സാലറി. അപ്പൊ ദുബായ് MOH ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അജ്മാൻ, ഷാർജ ആ ഭാഗത്തൊക്കെ വളരെ കുറഞ്ഞ സാലറി ഉള്ളു. അതായത് ഇപ്പൊ ഒരു 4000, 3500 ഇപ്പൊ മാക്സിമം ഒരു 5000 ആ അറൗണ്ടിലാണ് അസിസ്റ്റന്റ് നേഴ്സിനൊക്കെ ഉള്ളത്. ദുബായിലേക്ക് വരുവാണെങ്കിൽ മാക്സിമം ഒരു 6000 ആ റേഞ്ചിലുള്ള സാലറി അസിസ്റ്റന്റ് നേഴ്സിനുള്ളൂ. രജിസ്റ്റർ നേഴ്സിനും അതുപോലെ തന്നെ MOH ലൈസൻസിന് ഷാർജ, അജ്മാൻ ഭാഗത്തൊക്കെ രജിസ്റ്റർ നേഴ്സിന് തന്നെ ആകെ മാക്സിമം ഒരു 5000, ഒരു 6000 ഒക്കെയാണ് അവിടെ മാക്സിമം കൊടുക്കാനുള്ളത്. അത് UAL എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടാണ് അത്രയും സാലറി കൊടുക്കണം. അല്ലെങ്കിൽ 4.5 ഒക്കെയാണ് ഒരു രജിസ്റ്റർ നേഴ്സിന് കിട്ടുന്നത് MOH ലൈസൻസ് ഉള്ളവർക്ക്. ദുബായിലേക്ക് നോക്കുക, DH ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6, 7, 8 ആ റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അതും റെയർ ആയിട്ടുള്ളൂ. മാക്സിമം ഒരു 7.5 ആ റേഞ്ചിലുള്ള സാലറി രജിസ്റ്റർ നേഴ്സിന് കിട്ടുള്ളൂ. പക്ഷെ അബുദാബിയിൽ ഇതൊന്നൊക്കെ എൻറ്റേർലി ഡിഫറെന്റ് ആണ്. അബുദാബിയിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്സിൽ കാര്യങ്ങൾ ഒരു രജിസ്റ്റർ നേഴ്സിന് സ്റ്റാർട്ടിങ് തന്നെ 7.5, 8, 9, 10 അങ്ങനെ കിട്ടുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് നേഴ്സിന് തന്നെ 9, 9.5 ആ റേഞ്ചിലുള്ള സാലറി ഒക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഗവൺമെന്റിൽ കിട്ടുകയാണെങ്കിൽ അതിലും എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി ഇതായിട്ട് കമ്പയറിംഗ് ടു കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സാലറി ബേസ് നോക്കുകയാണെങ്കിൽ അബുദാബി, അലൈൻ ആ ഭാഗത്തൊക്കെ നല്ലതാണ്. സാലറി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോമെട്രിക് എഴുതിയിട്ട് അവിടെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല ജോബ് പെട്ടെന്ന് കിട്ടണം, അങ്ങനെ പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദുബായ് നോക്കുക. എക്സാം കാര്യങ്ങൾ നല്ലതാണ്, വേണം പെട്ടെന്ന് എഴുതിയെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായ് നോക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും പറ്റില്ല, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഉള്ളത് അറിയുന്നതും നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനാണെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ അത് തന്നെ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ലൈസൻസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് DH ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് DOHലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് DH എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, DOHലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ DH ഉണ്ടാവും, നിങ്ങൾക്ക് DOH ഉണ്ടാവും. അപ്പൊ DOH നിങ്ങൾക്ക് ലൈസൻസിലേക്കും ആക്കാൻ പറ്റും, DH നിങ്ങൾക്ക് റിന്യൂ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ
ഈ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവർ കുറെ പേര് റിപ്പീറ്റഡ് ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഏത് ലൈസൻസ് എടുക്കാം, ഏത് പ്രോമെട്രി ആണ് ഈസി ഉള്ളത്, അതുപോലെ തന്നെ എവിടെയാണ് സാലറി കുറെ കൂടുതൽ കിട്ടുന്നത്. സാലറി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് വേണമെങ്കിൽ നിങ്ങൾ അബുദാബി അലൈൻ ആ ഭാഗത്തൊക്കെ നോക്കായിരിക്കും നല്ലത് കേട്ടോ. അല്ല ജോലി പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും കയറണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ദുബായാണ് നോക്കുന്നത്. പിന്നെ എല്ലായിടത്തും നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതുപോലെ പ്രീവിയസ് നാട്ടിലെ എക്സ്പീരിയൻസ്, പ്രഷർ ആണോ, ഇന്റർവ്യൂ പെർഫോമൻസ്, നിങ്ങൾക്ക് എത്രത്തോളം ആണ് ആ ജോലിക്ക് എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ടും സാലറി ഡിപ്പെൻഡ് വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു കമ്പയറിംഗിൽ പറയുകയാണെങ്കിൽ അബുദാബിയിലായിരിക്കും ലിറ്റിൽ മോർ. ഹോം കെയർ ആണെങ്കിൽ പോലും അബുദാബിയിലാണ് മോർ സാലറി കിട്ടുന്നത്. ദുബായിലും ഷാർജയിലും അവിടെയൊക്കെ വളരെ കുറഞ്ഞ സാലറിയാണ് ഹോം ഹെൽത്ത് കെയറിനും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ വില്ലിങ് ആയിട്ടുള്ളത് നിങ്ങളുടെ നീഡിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ എമിറേറ്റ്സും ഓരോ പ്രോമെട്രിയും ചൂസ് ചെയ്തിട്ട് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോമെട്രിക്കുള്ള ഡേറ്റ് എടുക്കാൻ, അല്ലെങ്കിൽ പ്രോമെട്രി എഴുതാൻ, അല്ലെങ്കിൽ പ്രോമെട്രിയുടെ ക്ലാസ്സസ്, അല്ലെങ്കിൽ ലൈസൻസ് ഡാറ്റ ഫ്ലോ ചെയ്യാൻ, എലിജിബിലിറ്റി എടുക്കാനായിട്ട്, അതിനൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലും ട്രസ്റ്റബിൾ ആയിട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും എനിക്ക് കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അവരതാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോമെട്രി പഠിക്കാനാണെങ്കിലും, ലൈസൻസ് എടുക്കാൻ, ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എലിജിബിലിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ, കാര്യങ്ങൾ എന്ത് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിപ്പോ പലരും ഇപ്പോ ഒരു GNM കഴിഞ്ഞവരൊക്കെ ഇപ്പോ പഠിക്കാനായിട്ട് പോസ്റ്റ് PSC പഠിക്കാൻ ഇപ്പൊ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ദുബായിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇൻക്ലൂഡിങ് അവരിപ്പോ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പൊ ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന്റെ സമയത്ത് പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് അപ്രൂവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഹയർ സ്റ്റഡി, അതായത് അല്ലെങ്കിൽ ഒരു MSc പഠിക്കാൻ, അല്ലെങ്കിൽ പോസ്റ്റ് PSC പഠിക്കാനൊക്കെ നിങ്ങൾക്ക് നല്ല കോളേജ് ഇന്ത്യയിൽ വേണമെങ്കിൽ ബാംഗ്ലൂരിൽ നല്ല കോളേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പറ്റിയ ഫീസും കാര്യങ്ങളും നിങ്ങൾക്ക് മീൻസ് ആ ഒരു 2 ഇയറിന്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. അറ്റ് എ ടൈമിൽ ഫീസോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ട കാര്യങ്ങളില്ല. സേഫ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം പോയിട്ട് ഡിസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതി വരാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കമന്റ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സാലറി ബേസ് ഉള്ളതും, അതുപോലെ തന്നെ ഏത് എക്സാം ആണ്, ഏത് പ്രോമെട്രി ഈസി ഉള്ളതും എന്നുള്ളതും, എവിടെയാണ് ജോബ് ഓഫർ കൂടുതൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ എങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സർവീസുകളിൽ ഏതെങ്കിലും സർവീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും അതും എനിക്ക് കമന്റ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.